നമ്മൾ നമ്മുടെ ട്രഡീഷനാണ്, നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ കസ്റ്റമാണ്, നമ്മുടെ വേഷവിധാനമാണ്, നമ്മൾ അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഇന്ന് ഈ സാരിയൊക്കെ കൊടുത്താണ് സഭയിലേക്ക് എത്തിയത്. അപ്പൊ ഒരു കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു പലർക്കും. അപ്പോ ഈ ദക്ഷിണേന്ത്യ മൊത്തമായി ഒരു അപമാനിക്കുന്ന ഒരു നിലപാടാണ് സഭയിൽ ഉണ്ടായത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരണം? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു വേഷം, സാധാരണയായി ഞാൻ അങ്ങനെ ധരിക്കാറില്ല, പക്ഷെ ഇന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു MP മറ്റൊരു ഭരണപക്ഷത്തുള്ള ഒരു MP വളരെ മോശമായ പരാമർശമാണ് നടത്തിയത്. അങ്ങനെ ദക്ഷിണേന്ത്യക്കാരെ, സൗത്ത് ഇന്ത്യൻസിനെ ലുങ്കിവാല എന്നൊന്നും വിളിച്ച് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ട്രഡീഷനാണ്, നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ കസ്റ്റമാണ്, നമ്മുടെ വേഷവിധാനമാണ്, നമ്മൾ അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. നമ്മൾ ഇനി ആര് പറഞ്ഞാലും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അതേപോലെ തന്നെ എല്ലാ വിവിധ പ്രദേശങ്ങളിൽ അതേപോലെയുള്ള വേഷവിധാനങ്ങളുണ്ട്, നമ്മൾ അതും ബഹുമാനിക്കുന്നു. അല്ലാതെ നമ്മുടെ മാത്രമാണ് നല്ലതാണ് എന്നുള്ളൊരു വിചാരമോ ചിന്തയോ ഒന്നും നമുക്കില്ല. പക്ഷെ ഇത്തരത്തിൽ ലുങ്കിവാല എന്നുള്ള പരാമർശമൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിന്റെ ഒരു പ്രതിഷേധം രൂപേണ തന്നെയാണ് ഇന്ന് മല്ലികാർജുൻ ഖാർഗെജി ഉൾപ്പെടെ ഇന്ന് നമ്മുടെ അതേ സ്റ്റൈലിൽ, കേരള സ്റ്റൈലിലുള്ള ഒരു മുണ്ട് ധരിച്ചാണ് വന്നത്. അപ്പോൾ അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, കേരള എന്നുള്ള പേര് ഇന്നത്തോടെ കേരളമായി മാറുകയാണ്. അപ്പൊ അതിന്റെ ബില്ലും ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആ ഒരു വേഷത്തിൽ കൂടി ആ ഒരു കേരളം, ആ ഒരു വികാരം ഉണ്ടാകട്ടെ എന്ന ആഗ്രഹം കൊണ്ടുകൂടിയാണ് ഇങ്ങനത്തെ. രാജ്യസഭാ അധ്യക്ഷൻ ഉൾപ്പെടെ ഭരണപക്ഷത്തിന്റെ ആവശ്യങ്ങൾക്ക്, ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം കൂടുതൽ ഈ കേരളത്തിന്റെ ഒരു മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഉൾപ്പെടെ പ്രവർത്തിച്ചത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഈ കേരളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ സഭയിൽ നിന്ന് ഉയർന്നു വരുന്നത് അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അല്ല, അങ്ങനെ വരുന്നതൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോ അതിപ്പോ ഒരു ദക്ഷിണേന്ത്യ, ഇപ്പൊ തിരിച്ചാണെങ്കിലും നമ്മൾ അംഗീകരിക്കില്ല. ഇപ്പൊ നോർത്ത് വടക്കേ ഇന്ത്യക്കാരെ എന്തെങ്കിലും പറയുന്ന തരത്തിലുള്ള, അവരെ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾ അവരെ കുറിച്ച് പരാമർശിച്ചാൽ അതും നമ്മൾ അംഗീകരിക്കില്ല. നമ്മളൊരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മഹത്തരമായി നമ്മൾ കണക്കാക്കുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അത് എല്ലാ തരത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് രാജ്യസഭയിൽ ചെയർമാൻ വളരെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് തന്നെയാണ് എടുത്തത്. ഭരണപക്ഷത്തു നിന്ന് പലരും ആവശ്യപ്പെട്ടിട്ട് പോലും അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നൽകിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികൾ അത് നുളയിലേ മുള്ളുന്നതാണ് നല്ലത്. നല്ലൊരു മെസ്സേജ് കൊടുക്കുവാനും അത് സഹായകരമായിരിക്കും. കാരണം നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എന്നൊക്കെ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടതാണ്. എല്ലാ കൾച്ചറും എല്ലാ ട്രഡീഷനും എല്ലാ വേഷവിധാനങ്ങളും ഒക്കെ അതിൻ്റെതായ തനിമ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ഓണം വന്നാൽ, വിഷു വന്നാൽ നമ്മൾ പ്രത്യേകമായി എല്ലാവരും അതിൽ ജാതിയുടെയോ മതത്തിന്റെയോ ഒരു മതിൽക്കെട്ടുകളൊന്നുമില്ല. നമ്മൾ കേരള പിറവി വന്നു കഴിഞ്ഞാലും നമ്മൾ എല്ലാവരും കേരള സാരി കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ ആഘോഷങ്ങൾ ഒരുമിച്ച് നമ്മൾ ഒത്തൊരുമയോടെ വളരെ ഐക്യത്തോടെ ഒക്കെ കഴിയുന്ന നമ്മളൊക്കെ ജനിച്ച് ജീവിച്ച മണ്ണിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയും അങ്ങനെ തന്നെയാണ്. അത് അല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ ശക്തമായി എല്ലാ വിധത്തിലും, അത് വസ്ത്രം ധരിച്ചുകൊണ്ട്, പ്രത്യേക വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നതാണെങ്കിൽ അങ്ങനെ, വിരൽ ചൂണ്ടാനാണെങ്കിൽ അങ്ങനെ, രാജ്യസഭയിൽ സംസാരിച്ചു കൊണ്ടാണെങ്കിൽ അങ്ങനെ, ഏത് വിധത്തിലാണെങ്കിൽ നമ്മൾ നമ്മുടെ മെസ്സേജ് കൊടുത്തിരിക്കും. ഇന്നിപ്പോ പ്രതിപക്ഷ എംപിമാരെല്ലാം ഒരുമിച്ച് മുണ്ടെടുത്ത് വരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്നുള്ളൊരു സന്ദേശം കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോ വൈകിട്ട് കേരളം എന്ന പേരാക്കി മാറ്റിയ ബില്ല് പാസ്സായി. അപ്പൊ സുരേഷ് ഗോപി ഉൾപ്പെടെ അതിൽ കേന്ദ്രത്തിന്റെ വലിയ അംഗീകാരമായിട്ടാണ് അതിനെ പറഞ്ഞത്. അതിൽ പ്രതിപക്ഷത്തെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ പക്ഷെ ഒരു വശത്ത് സൗത്ത് ഇന്ത്യയെ മൊത്തം കളിയാക്കുക, മറുവശത്ത് കേരളം എന്നാക്കിയാൽ അഭിമാനം കൊള്ളുക, അതിനകത്തൊരു പ്രശ്നം അല്ല. ആ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് സുരേഷ് ഗോപിയോടാണ്. സുരേഷ് ഗോപി സിനിമ ഡയലോഗുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ലുങ്കിവാല എന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു MP
വിളിക്കുന്നത്, പരാമർശിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപിയോട് വളരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന പല ഡയലോഗുകളും പറഞ്ഞ സുരേഷ് ഗോപിയോട്, ബഹുമാനപ്പെട്ട മന്ത്രിയോട് നിങ്ങൾ ഈ ചോദ്യം ഒന്ന് ചോദിക്കുക, എന്താണ് ഉത്തരമെന്ന് കേൾക്കുക. ഈ പരാമർശം ശരിയാണോ? അദ്ദേഹം ആരോടൊപ്പമാണ് നിൽക്കുന്നത്? ഇന്ന് കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും, മറ്റ് ഏത് പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി, ഏത് രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം ഒന്നും നോക്കാതെയാണ് എല്ലാവരും ഒരുമിച്ച് മല്ലികാർജുൻ ഖാർഗെജി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലല്ലോ. നയം വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമീപനം എല്ലാവരും കൂടി കൈക്കൊള്ളുമ്പോൾ ഈ ഡയലോഗ് എല്ലാം ഇറക്കുന്ന സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്നറിയാൻ എനിക്കും താല്പര്യമുണ്ട്. ജോൺ ബ്രിട്ടാസിനെതിരെ പകരം പരാതി കൊടുക്കാനുള്ള ഒരു നീക്കമൊക്കെ നടക്കുന്നുണ്ട്. അതിനെങ്ങനെ കാണും? അതൊരു ആഫ്റ്റർ തോട്ടാണ്. അതൊരു ആഫ്റ്റർ തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ അത് ഇനി എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് മാറ്റി കഥ, ഒരു നരേറ്റീവ് വേറെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുക. അതത്രേ അതിനെ കാണേണ്ട കാര്യമുള്ളൂ. ഏതായാലും ഇത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മൾ പറയുന്നു, അത് തിരിച്ചാണെങ്കിലും അംഗീകരിക്കില്ല. എന്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഇപ്പോ ദക്ഷിണേന്ത്യക്കാരുടെ ആയതുകൊണ്ട്, കളിയാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ പരിഹസിച്ചതുകൊണ്ടല്ല, മറിച്ചാണെങ്കിലും നമ്മളത് അംഗീകരിക്കില്ല. നമ്മളെ എല്ലാവരും പരസ്പര ബഹുമാനത്തോടു കൂടി എല്ലാവരെയും അംഗീകരിച്ച്, എല്ലാവരുടെയും കസ്റ്റംസും ട്രഡീഷനും ഭാഷയും വൈവിധ്യങ്ങളും അംഗീകരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പാടുള്ളൂ. അത് അല്ല എങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന ഇന്ത്യ, നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ അല്ലാതെയായിപ്പോ.